ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നേ. എന്നാൽ പിന്നെ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇന്ന് കേക്കിൻ്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നേ. എപ്പോഴും അപ്പവും ദോശയും ഒക്കെ അല്ലേ, അതുകൊണ്ട് വെറൈറ്റി ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചേ. പിള്ളേർക്കാണെങ്കിലും ദോശയൊക്കെ കഴിച്ച് മടുത്തു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് രാവിലെ ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാമെന്നേ. അതാകുമ്പം കറിയൊന്നും വേറെ വെക്കുകയും വേണ്ട, ഇത് പെട്ടെന്ന് പണി തീരുകയും ചെയ്യേ. ആദ്യം ചായ തന്നെ അങ്ങ് തുടങ്ങിയേ. ചായ കുടിച്ചിരിക്കുമ്പോൾ കുറച്ച് എനർജി കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ പരത്താനുള്ള കുറച്ച് ആരോഗ്യം കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഈ ആലു പൊറോട്ട ഒന്നും കേട്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ലേ. ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ ആർമി ക്വാർട്ടറിൽ പോയി നിന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. അവിടെ ആകുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആൾക്കാർ, വെറൈറ്റി കൾച്ചർ, വെറൈറ്റി ഫുഡ്, പിന്നെ നമുക്ക് അവരുണ്ടാക്കുന്ന ഫുഡ് നമുക്ക് കൊണ്ടുതരും, നമ്മൾ തിരിച്ചങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ പാചകം ക്ലിയറായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവരുടെ നമ്മൾ റെസിപ്പി ചോദിക്കുകയും ചെയ്യും. പിന്നെ ആദ്യകാലം എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കൈയും കാലും ഒക്കെ വെച്ച് ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഒന്ന് പിടിച്ചു പോകുന്നതേ. പിന്നെ ഞാൻ ഹിന്ദി പഠിച്ചില്ലെങ്കിലും അവിടെ ഉള്ളവർ മലയാളം പഠിച്ചു. അത് മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടായ ഗുണമെന്ന് വെച്ചാൽ. ആലു പൊറോട്ട റെഡിയാക്കാനായിട്ട് അവർ വേവിച്ച കിഴങ്ങിനകത്തോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും അവരുടെ മസാലയൊക്കെ ഇട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവിനകത്ത് വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെറൈറ്റി രീതിയിലാണ്. ഞാൻ വെളിച്ചെണ്ണ എടുത്ത് സവാളയൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ചപ്പാത്തി മാവിൻ്റെ അകത്ത് വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. മല്ലിയിലയൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടുക. പക്ഷേ എൻ്റെ ഈ മല്ലിയിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ലേ. ആദ്യകാലങ്ങളിൽ ആലു പൊറോട്ട ആയാലും ചപ്പാത്തിയൊക്കെ ആയാലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡി ആവത്തില്ലായിരുന്നേ. പിന്നെ അത് ചെയ്ത് ശീലമായി. ഇപ്പം എൻ്റെ കയ്യിൽ ആലു പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ഭദ്രമാണേ. ആലു പൊറോട്ട ഒന്നും എനിക്ക് സക്സസ് ആവത്തേ ഇല്ലായിരുന്നേ. ഒന്നേ ആലു ഒക്കെ വെളിയിൽ ചാടിപ്പോവും, ആലുവിൻ്റെ ഒക്കെ മിക്സ് വെളിയിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ഭൂപടം പോലെ കീറി കയ്യിലൊക്കെ ഇരിക്കുമായിരുന്നേ. പിന്നെ ഞാൻ ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവർക്കൊക്കെ രാത്രിയിൽ ചപ്പാത്തിയൊക്കെ മതിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ചപ്പാത്തിയായിരുന്നു രാത്രിയിലൊക്കെ കഴിക്കുന്നത്. അപ്പം പിന്നെ ചെയ്ത് പ്രാക്ടീസായി പിന്നെ ഇപ്പം കറക്റ്റായിട്ട് ചെയ്യുവേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളാണ് അവളുടെ ഫേസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്നുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് കാണിച്ച വീഡിയോ ഉണ്ടായിരുന്നു, ഞാനത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. പിന്നെ ഓരോ ആലു പൊറോട്ട ഉണ്ടാക്കി കൊച്ചുങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തായിരുന്നു. അവർക്ക് 10 മണിയാകുമ്പം ട്യൂഷന് പോകണമായിരുന്നേ. അത് കാരണം അവരെ നേരത്തെ കൊടുത്ത് അവരെ സെറ്റാക്കി നിർത്തിയേ. അല്ലെങ്കിൽ പിന്നെ ട്യൂഷന് പോകത്തില്ല. ഒന്നാമത് സ്കൂൾ അവധിയും കൂടെ അല്ലേ, അവർ പിന്നെ ക്ലാസ്സിന് പോകത്തില്ല. ട്യൂഷൻ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ വായിക്കാനും എഴുതാനും പിന്നെ അക്ഷരങ്ങളൊക്കെ മറന്നു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ടൊന്ന് വിടുന്നതാണ്. 1 മണിക്കൂറേ ഉള്ളേ. നല്ല ചൂട് സമയമാണ്. കുഞ്ഞുങ്ങളൊന്നും വീടിനകത്തോട്ട് കയറത്തില്ല, വെളിയിൽ നിന്നുള്ള കളിയാണ്. അത് കാരണം കുറച്ച് സമയമെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ട്യൂഷന് പറഞ്ഞു വിടുന്നത്. രാവിലെ തന്നെ അടുക്കളയിൽ നിൽക്കാൻ വയ്യ, അത്ര ചൂടാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും ചൂട്, അപ്പം മറ്റുള്ള ജില്ലക്കാരെങ്ങനെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. അത്ര ചൂടാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ. നിങ്ങളോടൊന്നും പറഞ്ഞാൽ അവർ കേൾക്കത്തൊന്നുമില്ല. അവർ പറയും 2 മാസം ഞങ്ങൾക്ക് അവധി കിട്ടിയതല്ലേ, ഞങ്ങളൊന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാനും കഴിക്കാനിരുന്നേ. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.